ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ പിന്നെ നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക് മീൻസ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നല്ല അടിപൊളിയായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും സ്കിന്നിന് നല്ല നീറ്റ് ആവാനും അതേപോലെ സ്കിന്നിന് ബ്രൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതും ഒപ്പം നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ നന്നായിട്ട് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമുക്കിതൊരു സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയത് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. നമുക്കൊരു 4 മണിക്ക് നമ്മൾ ചായ ഒക്കെ കുടിക്കണേ പകരം നമുക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. അപ്പൊ ഇത് റെഡിയാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എസ്പെഷ്യലി നമുക്ക് അമ്മമാർക്കും അതേപോലെ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ മുടിക്ക് തീരെ ഉള്ളില്ല അങ്ങനെയുള്ളവർക്ക് ഉള്ളിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാന്ന് വെച്ചാൽ അമ്മൂട്ടിക്ക് ഇപ്പം ഏകദേശം ഒരു 1 മന്തിനൊക്കെ കൂടുതലായി കൊടുത്തു തുടങ്ങിയിട്ട് അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാനത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ അത് എനിക്ക് അവൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് തോന്നി. അതായത് അവളുടെ സ്കിന്നാണെങ്കിലും അവൾക്ക് ആ ഒരു മുടിയാണെങ്കിലും ഒക്കെ. പിന്നെ അങ്ങനെ തടി കൂടണമൊന്നുമില്ല. ചിലർക്ക് ഡൗട്ട് ഉണ്ടോ കുട്ടികൾക്ക് ഓൾറെഡി തടിയുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ തടിയുള്ളവരാണെങ്കിൽ കൂടുമെന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളിത് ബാലൻസ് ചെയ്ത് പോയാൽ മതി. നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വയറ് നല്ല കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞ മാതിരി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ കാലറീസും കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ തടിയും കാര്യങ്ങളൊന്നും വെക്കില്ല. പിന്നെ നമുക്കിതൊരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ നെയിൽസിന് ഒക്കെ നമുക്ക് നല്ലതാട്ടോ. അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്രയും നല്ലതാണ്. പിന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. നമുക്കിപ്പോൾ ജെൻസിനാണെങ്കിലും കിഡ്സിനാണെങ്കിലും ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർബായിട്ടുള്ള ഒരു റിസൾട്ടുള്ള ഡ്രിങ്ക് ആട്ടോ നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാണ് റെഡിയാക്കുക അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്മൂത്തി അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് വേണം കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ അത്തിപ്പഴല്ലേ, അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ രാവിലെ ഇട്ട് വെച്ചിട്ടുള്ളത് 2 എണ്ണം. പിന്നെ ഒരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇട്ട് വെക്കും കേട്ടോ. പിന്നെ ഒരു 5-8 ബദാം നമ്മൾ രാവിലെ ഇട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴം തന്നെ എടുക്കണം കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ പറയാൻ കാരണം ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോൾ നേന്ത്രപ്പഴം വേണം. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഒരു 5-8 ബദാം നമ്മൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ അത്തിപ്പഴം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ചിലത് കിട്ടിയില്ലെങ്കിലും ഫ്ലാക്സ് സീഡും ബദാമും എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. പിന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു കോരി നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് അതിന് കുറച്ച് ജെല്ല് മാതിരി ഇരിക്കുക. അപ്പം അത് കുറേ അധികം വെള്ളത്തിലിടരുത് ഫ്ലാക്സ് സീഡ്. അപ്പോൾ കുറേ അധികം ജെല്ലായിട്ട് പോവും അതിൻ്റെ ഗുണങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആ ജെല്ലടക്കം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം, ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം, നല്ല പഴുത്ത പഴം വേണം. അതിലേക്ക് തിളപ്പിച്ച് പാട മാറ്റിയിട്ട് ആറിയ പാല്, അതായത് ചൂടൊന്നും ഇല്ലാണ്ട് പച്ച അതായത് തണുത്തിരിക്കണ പാല്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതല്ല. ഇനിയിപ്പോൾ നമുക്ക് മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ അവർക്ക് തൊണ്ടവേനയും കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊന്ന് എല്ലാം കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തിക്നെസ്സും അതുപോലെ ലൂസ് ടൈറ്റൊക്കെ നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പാലൊഴിച്ച് തിക്കാക്കണമെങ്കിൽ തിക്കാക്കാം, ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു പൊടിക്ക് ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതിലൊരു മിക്സിങ്ങിന് വേണ്ടിയിടാം. ഈ കാണുന്ന കളർ എന്ന് പറഞ്ഞാൽ ഇത് ചെറുപഴം ഉപയോഗിച്ച് അടിച്ചതാട്ടോ. വേറൊരു ദിവസം പഴമില്ലാത്തപ്പോൾ, പക്ഷെ ഇത് അമ്മൂട്ടിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഇതിൻ്റെ കളറിനൊരു വ്യത്യാസമുണ്ട്. ഏറ്റവും നല്ലതാണ് ഞാൻ പറഞ്ഞ നേന്ത്രപ്പഴം വേണമെന്ന്. അത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഈവനിങ് സമയത്ത് എപ്പോഴും ഏറ്റവും നല്ലത്. കാരണം അവർക്ക് വിശന്ന ഒരു ഇതായിട്ട് വരുന്ന സമയമായിരിക്കും. ആ സമയത്ത് കൊടുക്കാം. മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെ കഴിക്കാം. ഇനിയിപ്പോൾ കാലത്താണെങ്കിലും കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ നമ്മുടെ ജെൻസിനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുട്ടികൾക്കെന്ന് പറയുമ്പോൾ അവർക്ക് ഈവനിങ് സമയത്ത് കൊടുക്കായിരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ലതായിട്ട് തോന്നിയത്. പിന്നെ മുതിർന്നവർക്ക് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ പഴവും പാലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലർക്ക് തടി കൂടുമെന്നുള്ളതും ചിലർക്ക് അങ്ങനെയൊക്കെ കഴിച്ച് തടി വയ്ക്കുന്ന പ്രകൃതമായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ബാക്കി ഫുഡൊക്കെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചിലർ വൈകുന്നേരം അധികം ഫുഡ് കഴിക്കാത്തവരായിരിക്കും. അപ്പോൾ ഒരു സ്മൂത്തിയും എന്തെങ്കിലും ഒരു സാലഡൊക്കെ കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരം വേറെ ഫുഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ഡയറ്റൊക്കെ ഒന്ന് മാനേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഇത് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നന്നായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു 1 മന്ത് ആയിട്ട് ഉള്ളൂ അമ്മൂട്ടിക്ക് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസവും അതുപോലെ നമുക്കിങ്ങനെ മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനും കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ഡയറ്റൊക്കെ കീപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊന്ന് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള നല്ലതാണ് ഒരു ഇതാണ്.
അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ജോലിക്കൊക്കെ പോകുമ്പോൾ അമ്മ മുന്നേ ഇങ്ങനെ ജോലിക്കൊക്കെ പോയിരുന്നപ്പോൾ അവിടെ ആ വീട്ടിൽ ആ കുട്ടിക്ക് കൊടുത്തിരുന്ന ഡ്രിങ്കാണ്. അപ്പം അമ്മയ്ക്ക് തോന്നിയിരുന്നു നല്ല കുട്ടിക്ക് നല്ല എന്താ പറയുക നല്ലൊരു കാര്യങ്ങൾ, അതായത് സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി, പിന്നെ നമുക്ക് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് നല്ലതായിരുന്നു. അപ്പം അങ്ങനെയാണ് അമ്മ എൻ്റെ അടുത്ത് ഇത് പറയാൻ കാരണം ആ കുട്ടിക്ക് കൊടുത്തോക്ക് നല്ലതാണ്, മുടിക്കും അതുപോലെ സ്കിന്നിനും ഒക്കെ നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കണ കണ്ടിട്ടുണ്ട്. അപ്പം നീ അത് കൊടുത്തോക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനും പിന്നെ എന്താ വെച്ചാൽ അവള് കുംഫുനും കാര്യങ്ങൾക്കൊക്കെ സ്കൂൾ വിട്ട് വന്ന ആകെ ഹറിബറിയല്ലേ. അപ്പോൾ നമുക്ക് സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണമോ കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഡ്രിങ്ക് റെഡിയാക്കി വെച്ചാൽ അവർ വയറും നിറയും, ഒപ്പം അവർ വിശന്ന് വരുന്ന നേരമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വയറ് നന്നായി നിറയുകയും ചെയ്യും. അതേപോലെ അവർക്കുള്ളിലേക്ക് ആ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കത് നല്ലതുമാണ്, ഒപ്പം അവരുടെ വിശപ്പിനും നമുക്കൊരു ഇത് കിട്ടും. അപ്പം അങ്ങനെയൊക്കെ കൂടി ഞാൻ ചെയ്തതാണ്. പക്ഷെ അതൊരു വീക്കിലി അല്ല നമുക്കൊരു മന്ത് നമ്മളിങ്ങനെ റുട്ടീൻ പോലെ ചെയ്തപ്പോൾ നന്നായിട്ട് തോന്നി. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാം. നല്ലതാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കും കൊടുക്കാം. നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങളും അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റാറില്ലല്ലോ. അപ്പം ഇതാവുമ്പോൾ ഹെൽത്തിയാണ്, അവരുടെ സ്കിന്നും മുടിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളറിയാണ്ട് തന്നെ നല്ലൊരു ഡിഫറൻസ് വരികയും ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ എണ്ണ തേക്കാനോ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ നേരില്ലാത്തവർക്കില്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കും ഇതൊരു ഉപകാരമായിരിക്കും. അതെന്ന് വെച്ചാൽ അതൊന്നും ചെയ്യണ്ടെന്നല്ല, പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോഴും നമുക്ക് അവർക്ക് ഉള്ളിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഒരു കെയറിങ് കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1 മന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് കുറേശ്ശെ മനസ്സിലാവും. 1 മന്ത് എങ്കിലും ചെയ്യണം, കുടിക്കുക. പിന്നെ അതുപോലെ മുതിർന്നവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സംഭവമാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്ത് യൂസ്ഫുള്ളാന്ന് തോന്നിയതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ കാണാം. ബൈ, ടേക്ക് കെയർ. ലവ് യു ഓൾ.